നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കടക്കൽ മേഖലയിൽ നിരവധി മോഷണ കേസുകളിലും അക്രമ കേസുകളിലും പ്രതിയായ കല്ലറ കാട്ടുമുറം സ്വദേശി രാജീവിനെ കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. കടക്കൽ കുമ്മിൾ കുന്നിക്കട സ്വദേശി രാജീവിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് രാജീവ്. മറ്റൊരു ബൈക്ക് മോഷണ കേസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കടക്കലിലെ മോഷണ വിവരം പ്രതി സമ്മതിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കടക്കൽ കുമ്മിൾ കുന്നിക്കട സ്വദേശി രാജുവിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ആക്റ്റീവ സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതിയാണ് രാജീവ്. മറ്റൊരു ബൈക്ക് മോഷണ കേസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും കടക്കൽ സ്റ്റേഷൻ പരിധിയിൽ നടന്ന സ്കൂട്ടർ മോഷണവും സമ്മതിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കടക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. മോഷ്ടിച്ച സ്കൂട്ടറുമായി മറ്റൊരു വീട്ടിൽ പോവുകയും അവിടെ സ്കൂട്ടറിലുണ്ടായിരുന്ന ഹെൽമറ്റ് വെക്കുകയും ചെയ്തു. ആ വീട്ടിൽ നിന്നും പോലീസ് ഹെൽമറ്റ് പിന്നീട് കണ്ടെടുത്തു. പ്രതിയെ മോഷണം ചെയ്ത വീട്ടിലും തെളിവെടുപ്പിനായി എത്തിച്ചിരുന്നു. പ്രതിയായ രാജീവിന് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലും പ്രതിയാണ്. പ്രതിയെ തെളിവെടുപ്പിന് ശേഷം തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൈമാറി. അവരാരുമില്ല. ഈ കേസ് ഞാൻ ഏറ്റ കേസാണ്. എനിക്ക് ഞാൻ ചെയ്തത് തന്നെ. അല്ല, ഞാൻ ഇതുവഴി പോറില്ലേ? ഇല്ല ഇല്ല ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഇല്ലെന്ന് പോവില്ലേ? അണ്ണാ, എന്റെ ചേട്ടൻ താമസിക്കുന്നത് അവിടെ ഞാൻ വന്നിട്ടുണ്ട്. അല്ലാതെ സഹോദരങ്ങൾ 4 പേരുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ അനുസരിപ്പിക്കാനാ. ഉണ്ണീരാരാണ് നിന്റെ? ഉണ്ണി നിന്റെ ആരുമല്ല. നീ എത്ര പ്രാവശ്യം ഈ വഴി വരി ഉണ്ണി ആരുമില്ലേ? അല്ലേ? അപ്പൊ ഉണ്ണി പിന്നെ ഏതുണ്ണി പണിക്ക് വന്നിട്ടുണ്ട്. അവരെ പറയേണ്ടതാണ്. നിങ്ങളുടെ പോലീസ് നടപടി തടസ്സപ്പെടുത്തുന്നത് പറയാനുള്ളൊരു കാര്യം, ഈ പാവപ്പെട്ട ചെറുക്കന് 10,000 രൂപ ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടു പോയത്, വക്കീലിന് കൊടുത്തത്, വണ്ടി ഓടിയത്, ചടയമംഗലത്ത് പോയത്, പിന്നെ കുറേ കാര്യങ്ങൾ പറയും. കോടതി എന്നുള്ളത് സാറിന് അറിയാം. അപ്പോൾ അതിനോട് വളരെ പ്രയാസപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഈ ആർഗ്യുമെന്റ് കോടതി അവൻ്റെ കൂടെ സംസാരിക്കാം കേട്ടോ. അവനെ ഈ കേസ് ശിക്ഷിപ്പിക്കും. അപ്പോൾ അതിനുള്ള കോടതി ചെലവ് കൂടെ കിട്ടുന്നതിനുള്ള ഒരു നമ്മൾ ഈ പറയുന്നത് ബോഡി എടുത്തുകൊണ്ട് മരണങ്ങൾ ഇവിടെ വിടുന്നു, ആശുപത്രി കേസിട്ട് വിടുന്നു. ഇങ്ങനെയുണ്ട്. ഇവനെ കൈകാര്യം ചെയ്യാൻ അറിയുമായിട്ടുണ്ട്. ഇവനെ കൈ കിട്ടിയെങ്കിൽ അന്ന് കൈകാര്യം ചെയ്തതിനെ. നമ്മളെ തൂങ്ങിക്കുന്ന ബോഡി അറിയാൻ പറ്റുന്നതാണ് നമ്മളെ.